റെഡ്മി പാഡ് പ്രോ എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിന്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനൊക്കെ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 22,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി പാഡ് പ്രോ 5G എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ടാബിൽ 12.1 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 2.5K റെസൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്. 2560x1600 എന്ന റെസൊല്യൂഷനിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ സ്മാർട്ട് ഫോണുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അമോലെഡ് ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അമോലെഡ് ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിൽ LCD ഡിസ്പ്ലേ എന്നുള്ളത് ഓക്കെയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ടാബുകളിലും അമോലെഡ് ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല. പിന്നെ 120 Hz റീഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. ഡോൾബി വിഷന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ആണ് ഈ ടാബിന്റെ ഫ്രണ്ടിൽ വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പോൾ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ടാബിന്റെ വെയിറ്റ് വരുന്നത് 571 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.52 mm ആണ്. പിന്നെ ഈ ഒരു ടാബിൽ സ്മാർട്ട് പെൻ സ്റ്റൈലസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റൈലസ് പെന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല കീബോർഡിന്റെ സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എക്സ്ട്രാ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ടാബിന്റെ കൂടെ ഇത് വരുന്നില്ല. പിന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ ഗ്രാഫിക് ഗ്രേ അതുപോലെ തന്നെ ക്വിക്ക് സിൽവർ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ ഗ്രാഫിക് ഗ്രേ അതുപോലെ തന്നെ മിസ്റ്റ് ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത് അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു പ്രോസസറൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ടാബുകളുടെ കാര്യത്തിൽ അത് അത്യാവശ്യം നല്ലൊരു പ്രോസസറാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ടാബിന്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനിൽ 7ഓളം 5G ബാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ടാബിന്റെ ബേസ് വേരിയന്റിൽ 6GB റാം 128GB ഇന്റേണൽ ആണ് വരുന്നത്. ഇതിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ 8GB റാം 128GB ഇന്റേണൽ വെർഷനും 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഈ വെർഷൻസിൽ 5G സപ്പോർട്ട് വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പെർഫോമൻസിന്റെ ഒക്കെ കാര്യത്തിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള മികച്ച പെർഫോമൻസ് ഒക്കെ ഇതിൽ കിട്ടേണ്ടതാണ്. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടാബിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ഹൈപ്പർഓഎസ് സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ടാബിന്റെ പിന്നിൽ 8 MP ഒരു സെൻസർ വരുന്നുണ്ട്. പിന്നെ ടാബിന്റെ ഫ്രണ്ടിലും 8 MP സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഓൺ പേപ്പർ തിരക്കില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇപ്പൊ ടാബിളുടെ ഒക്കെ കാര്യത്തിൽ ഈ ഒരു സ്പെസിഫിക്കേഷൻ മതി. ടാബ് എന്നുള്ളത് പൊതുവെ ഒരു ക്യാമറ ഫോക്കസ്ഡ് ഡിവൈസ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ വലിയ തിരക്കില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 10,000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അത് തിരക്കില്ലാത്തൊരു ചാർജിംഗ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6GB റാം വെർഷന്റെ വില വരുന്നത് 21,999 രൂപയാണ്. ഇതിൽ വൈഫൈ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഈ ഒരു ഫോണിന്റെ 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 24,999 രൂപയാണ്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 26,999 രൂപയാണ്. ഇതിലും 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 2 മുതലാണ് ഈ ടാബിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ICICIയുടെ അതുപോലെ തന്നെ HDFCയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2,000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇത് കൂടാതെ അവർ സ്മാർട്ട് പെൻ സ്റ്റൈലസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വില വരുന്നത് 3,999 രൂപയാണ്. അതുപോലെ തന്നെ സെപ്പറേറ്റ് കീബോർഡ് വരുന്നുണ്ട്. ഇതിന്റെ വില വരുന്നത് 3,999 രൂപയാണ്. പിന്നെ കവറും വരുന്നുണ്ട്. അതിന്റെ വില വരുന്നത് 1,499 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു ടാബാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും നല്ലൊരു പ്രോസസറും പിന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. ഓൺ പേപ്പർ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്.
അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ടാബാണ് റെഡ്മി പാഡ് പ്രോ എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.